നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനമായ ഇന്ന് ആദ്യത്തെ 5 മണിക്കൂറിനുള്ളിൽ തന്നെ സംസ്ഥാനത്ത് 41% വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു. എറണാകുളത്ത് ഏറ്റവും കൂടുതൽ പോളിംഗ് റെക്കോർഡ് ചെയ്യപ്പെട്ടപ്പോൾ കാസർഗോഡ് കുറവ് രേഖപ്പെടുത്തി. ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേസമയം അസമിലും പുതുച്ചേരിയിലും ഇന്ന് കേരളത്തോടൊപ്പം പോളിംഗ് നടന്നു. രാവിലെ കനത്ത വോട്ടിംഗിലേക്ക് എത്തിയെങ്കിലും വെയിൽ കനത്തതോടെ പോളിംഗ് കുറഞ്ഞു. പിന്നെ 4 മണിക്ക് ശേഷം നീണ്ട നിരകൾ സംസ്ഥാനത്ത് പോളിംഗ് ബൂത്തുകളിൽ കാണപ്പെട്ടു. മൂന്ന് മുന്നണികളും നന്നായി പണം മുടക്കിയ തെരഞ്ഞെടുപ്പാണിതെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായി വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് ആഗ്രഹമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി. തൃക്കരിപ്പൂർ പിലിക്കോട് പുത്തിലോട്ട് UP സ്കൂളിലെ 137 നമ്പർ ബൂത്തിലെത്തിയ സന്ദീപ് വാര്യർ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. ഏത് മുന്നണി വന്നാലും നാടിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് നടൻ ടൊവിനോ തോമസ് അഭിപ്രായപ്പെട്ടു. തൃശൂർ ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ 113 നമ്പർ ബൂത്തിൽ കുടുംബത്തോടൊപ്പം എത്തിയാണ് ടൊവിനോ വോട്ട് ചെയ്തത്. മോഹൻലാൽ തിരുവനന്തപുരത്തും മമ്മൂട്ടി കൊച്ചിയിലും വോട്ട് രേഖപ്പെടുത്തി. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണി പതിവ് പോലെ തിരുവനന്തപുരത്ത് ഇളയ മകനോടൊപ്പം എത്തി വോട്ട് ചെയ്തു. NFDC ചെയർമാനാകുമെന്ന് ഒരു സൂചനയുമില്ലാതിരുന്നു എന്ന് നടൻ G. കൃഷ്ണകുമാർ പറഞ്ഞു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം ഫോണിലൂടെ അറിയിച്ചതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു. (2029) ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 273 സീറ്റുകൾ വരെ വനിതകൾക്ക് ലഭിക്കുന്ന സംവരണ നിയമ ഭേദഗതിക്ക് എല്ലാവരും ഒത്തുചേരണമെന്ന് പ്രധാനമന്ത്രി തന്റെ വെബ്സൈറ്റിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു. narendramodi.in ലേഖനം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത സുഹൃത്തുക്കളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ സച്ചിൻ തെണ്ടുൽക്കറുടെ മകൾ സാറ തെണ്ടുൽക്കർ കേരളത്തിലെത്തി. സാറയുടെ അടുത്ത കൂട്ടുകാരായ മലയാളി ശോഭിത്തിൻ്റെയും മുംബൈക്കാരി വനിഷികയുടെയും വിവാഹത്തിനാണ് സാറ തെണ്ടുൽക്കർ കാസർഗോഡ് ബേക്കൽ താജിൽ എത്തിയത്. ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് 25 ലക്ഷം രൂപയ്ക്ക് മേൽ പ്രതിഫലം വാങ്ങുന്ന ഇൻഫ്ലുവൻസറാണ് സാറ. ഹിസ്ബുള്ള തലവൻ നഈം ഖാസിമിന്റെ പേഴ്സണൽ സെക്രട്ടറിയും അനന്തരവനുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായി ഇസ്രായേൽ പറഞ്ഞു. വോട്ടെടുപ്പ് സമയം അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിൽ പോളിംഗ് 80% കഴിഞ്ഞു. 6 മണി കഴിഞ്ഞും പോളിംഗ് തുടരുന്നു എന്നാണ് റിപ്പോർട്ട്. 90% വരെ പോളിംഗ് ഉയരാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. LDFന് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് പിണറായി വിജയനും 100-ൽ കൂടുതൽ സീറ്റ് UDFന് കിട്ടുമെന്ന് VD സതീശനും തൂക്ക് നിയമസഭയായിരിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറും അഭിപ്രായപ്പെട്ടു. താൽക്കാലിക വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നാരോപിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതോടെ പുതിയ നടപടികളുമായി ട്രംപ്. യഥാർത്ഥ കരാർ പൂർണ്ണമായും നടപ്പിലാക്കുന്നതുവരെ ഇറാനിലും പരിസരത്തും നിലവിലുള്ള യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും സൈനികരും ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞു. അറിയേണ്ട വാർത്തകളുമായി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.